ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മലപ്പുറം ജില്ല ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല തുടക്കം. ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ വനിതകളിൽ മലപ്പുറത്തിന് ഗംഭീര വിജയം. മത്സരത്തിൽ എതിരില്ലാത്ത 3 സെറ്റുകൾക്ക് ആതിഥേയരായ മലപ്പുറം ഇടുക്കിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, സംസ്ഥാന ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി, ഡൗൺ ബ്രിഡ്ജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തിരൂർ എന്നിവർ സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായാണ് ഏപ്രിൽ 9 മുതൽ 12 വരെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ ആദ്യ 2 സെറ്റുകളും ഏകപക്ഷീയമായി സ്വന്തമാക്കിയ മലപ്പുറം ആവേശകരമായ 3-ാം സെറ്റിൽ വാശിയേറിയ തിരിച്ചുവരവിലൂടെ അവസാന 2 പോയിന്റുകൾ കരസ്ഥമാക്കി ഇടുക്കിക്കെതിരെ വിജയം സ്വന്തമാക്കുകയായിരുന്നു. മലപ്പുറത്തിനു വേണ്ടി ദേശീയ താരം സേതുലക്ഷ്മി കളത്തിലിറങ്ങി മികച്ച പ്രകടനം പുറത്തെടുത്തു. ചാമ്പ്യൻഷിപ്പ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ സാഹിബിനെ ഞാൻ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. ഇവിടുത്തെ നമ്മുടെ ടൗൺ ബ്രിഡ്ജിൻ്റെ ഒരു മുഖ്യ കാർമ്മികത്വത്തിലാണ് നമ്മുടെ ഈ മത്സര പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഞാൻ അവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ VK ഉസ്മാൻ ഹാജി, റഫറീസ് ബോർഡ് ചെയർമാൻ ദാമോദരൻ, ചാമ്പ്യൻഷിപ്പ് വർക്കിംഗ് ചെയർമാൻ E ഫൈസൽ ബാബു, ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് V അഷ്റഫ്, TV നാസർ, PA ബാവ, അഡ്വക്കേറ്റ് ഗഫൂർ പില്ലിലിസ്, PP അബ്ദുറഹ്മാൻ, O ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.